നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരീഷ്. ഒമാൻ അമേരിക്ക ശത്രുത രൂക്ഷമാകുകയാണ് അല്ലേ? ശരിക്കും നമ്മൾ ഇറാൻ US ശത്രുത എന്നാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക അടുത്തൊരു ശത്രുവിനെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു, ഒമാൻ അല്ലേ? ഇപ്പോൾ ഒമാൻ ബോംബിട്ട് തീർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെയൊക്കെ ട്രംപിൻ്റെ ഭീഷണി വരുമ്പോൾ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് സദർ ബിൻ അൽ ബസൈദി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായിട്ട് ടെലിഫോണിൽ അടിയന്തരമായിട്ടൊരു ചർച്ച നടത്തി. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കണം, സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചർച്ചകൾ ഒരു പ്രധാന വിഷയമായി. തർക്കങ്ങൾ പരിഹരിക്കാനും വിവിധ വിഷയങ്ങളിൽ സമാധാനപരമായ ചർച്ചകൾ പുനരാരംഭിക്കാനും ഒമാൻ്റെ വിദേശകാര്യമന്ത്രി അൽ ബസൈദി ഇറാൻ വിദേശകാര്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചർച്ചകളുടെ പ്രശ്നപരിഹാരം കാണാൻ ഒമാനും ഇറാനും ഒരുപോലെ ശ്രമിക്കുമെന്നാണ് ഇരുവരും തമ്മിലുള്ള രണ്ട് വിദേശകാര്യമന്ത്രിമാരും തമ്മിലുള്ള ചർച്ച. കാരണം അത് വളരെ വളരെ നിർണായകമായ ആകാംക്ഷ ഉണർത്തുന്നൊരു ചർച്ചയാണ്, ടെലിഫോൺ സംഭാഷണമാണെങ്കിലും. കാരണം ഇറാനും ഒമാനും ഒരുമിക്കുന്നു എന്നത് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് അല്ലേ? എന്ത് വേണോ ഹോർമൂസ് സ്ട്രൈറ്റിൽ ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുത്തു എന്നാണല്ലോ US അവകാശപ്പെട്ടത്. പക്ഷേ നമ്മൾ ഒരു നദി പിടിച്ചെടുക്കുന്നു, ആ നദിയുടെ ഒരു വശം തമിഴ്നാടും ഒരു വശം കേരളവുമാണ്. ഇതെങ്ങനെ ന്യൂഡൽഹിക്ക് പിടിച്ചെടുക്കാനാകും? ഉദാഹരണമായി ചോദിച്ചതാണ്. അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥ അല്ല, ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും പഴക്കം ചെന്ന അലൈസിൽ ഒരു സഖ്യകക്ഷികളിൽ ഒന്നാണ് ഒമാൻ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 വർഷത്തോളം, ഏകദേശം ഒരു 200 വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഇവർ തമ്മിലുള്ള GCCയിലെ ആദ്യത്തെ രാജ്യമാണ് അമേരിക്കയുമായിട്ട്. അതെ, വളരെ ദീർഘനാളത്തെ സൗഹൃദം ഒമാനുമായിട്ടുണ്ട്. ആ ഒമാനുമായുള്ള സൗഹൃദം പോലും തങ്ങൾക്ക് ഭീഷണിയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഭീഷണിയാണ് എന്ന് തോന്നിയപ്പോഴത്തേക്കും അവർ ആക്രമിക്കും എന്ന് പറഞ്ഞൊക്കെയാണ്. അതെ, ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇറാൻ ഈ മേഖലയിൽ കൂടുതൽ ശക്തമാകുന്നതിന് തുല്യമാണ്. ഇറാൻ്റെ ഒരു നയതന്ത്ര വിജയവും കൂടിയാണ്. അതായത് ഒമാനെ പാട്ടിലാക്കുവാൻ നോക്കുന്നത്. ഈ ലാറക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐലൻഡുണ്ട് ഹോർമൂസിൻ്റെ അടുത്ത്. ഈ ഇറാൻ്റെ ഈ ഹോർമൂസിൽ പല ഐലൻഡ്, ഇപ്പോൾ ഖാർഗൊക്കെ ഇതിൻ്റെ സമീപ പ്രദേശം. ലാറക്കിൻ്റെ ഈ ഹോർമൂസിൽ തന്നെയുള്ള ഒരു ഐലൻഡാണ്. ഈ ലാറക്ക് കഴിഞ്ഞിട്ട് ഉള്ള ഈ ഒരു പോർഷനാണ്, ഈ ഒമാൻ്റെ ഒരു പോർഷനിൽ കൂടെയാണ് ഈ പ്രശ്നം. അതായത് ഇറാനെ ഒഴിവാക്കിക്കൊണ്ട് ഒമാൻ തീരത്തുകൂടെ ഒമാൻ ഭാഗത്തുകൂടെ കപ്പലുകൾ പോകാനുള്ള പുതിയ ഒരു സെപ്പറേറ്റ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് നേരത്തെ തന്നെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച്, അതായത് ഇന്ത്യ വേറെയും 2-3 ആൾട്ടർനേറ്റീവ് പ്ലാൻ ഇതുമായി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മറ്റൊരു കപ്പൽ ചാനൽ ഉണ്ടാക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ പോലും ഇന്ത്യയാണ് മുന്നോട്ട് വെച്ചത്. മാസ്റ്റർ ബ്രെയിൻ ഇന്ത്യയാണ്. അല്ല, ഈ ലാറക്കിൻ്റെയും ഒമാൻ്റെ തീരത്തൂടെയുള്ള പ്ലാനും നേരത്തെ തന്നെ പദ്ധതിയിലുണ്ടായിരുന്നു. ഇന്ത്യ വേറെ ഒരു ആൾട്ടർനേറ്റീവ് പ്ലാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ, അതായത് സ്വതന്ത്രമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ അധികം ബാധിക്കാത്ത, കൂടുതൽ കലുഷിതമാക്കാത്ത രാജ്യങ്ങൾക്ക് അടുത്തുകൂടെയായിരുന്നു ആ ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. ഇരിക്കട്ടെ, അവിടെ അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു രീതിയിൽ ഇന്ത്യ ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഒമാൻ അടുത്തുകൂടി ഇങ്ങനെ അത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ ഒമാൻ അടുത്തുകൂടി ഇങ്ങനൊരു ഹോർമൂസിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കിയപ്പോഴാണ് ഇറാൻ നേരിട്ട് ഈ പറഞ്ഞ പോലെ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഒരു ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുകയും, നിങ്ങൾ അങ്ങനെ മറ്റവരുടെ അടുത്തേക്ക് പോകണ്ട, നമുക്ക് ഒരുമിച്ച് ഇത് ഷെയർ ചെയ്യാം, ബൗണ്ടറി ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. കൂടുതൽ അടുത്ത് കിടക്കുന്നത് ഇറാനാണ്. അമേരിക്ക ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇവരെല്ലാവരെയും തന്നെ ചുട്ടുകരിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അമേരിക്ക കാര്യമായ രീതിയിലുള്ള ഇടപെടലൊന്നും തന്നെ നടത്തുന്നു. ഇപ്പോൾ UAE ആക്രമണം നടത്തുന്നു, ഖത്തറിൽ ആക്രമണം നടത്തുന്നു. ഇവർക്ക് പ്രതിരോധിക്കുന്നതിനൊരു ലിമിറ്റേഷനുണ്ട് അമേരിക്കയ്ക്ക്. അങ്ങനെ വന്നപ്പോൾ ഇറാനെ പിണക്കുന്നത് നല്ലതല്ല എന്ന് ഒമാനും തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ ഒമാന് തോന്നിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ശ്രമം. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഈ ഭാഗങ്ങളിലുള്ള എല്ലാ മേഖലകളും, അതായത് എല്ലാ ഇടനാഴികളും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ബാബൽ മന്ദബ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഹോർമൂസ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഓയിലിൻ്റെ വില ഇടയ്ക്ക് വെച്ച് സ്റ്റേബിളായിരുന്നു, വീണ്ടും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇത് ലോകത്തെ ഒരു വലിയ നാശത്തിലേക്ക്, ഈ ടഗ് ഓഫ് വാർ നിർത്തിയില്ലെങ്കിൽ, ഈ ഒളിച്ചുകളി നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഇറാനെ അനുനയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഖത്തറും ഇറാനും തമ്മിലിപ്പോൾ സംഘർഷത്തിലാണ്. ഖത്തറിൻ്റെ 3 പൈലറ്റ്സ് ഇപ്പോൾ ഇറാൻ്റെ 3 പൈലറ്റ്സ് ഇപ്പോൾ ഖത്തറിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഒരു അനുരഞ്ജന ചർച്ച അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അത് നടന്നോ ഇല്ലയോ എന്നല്ല, അത് പെട്ടെന്ന് ഇതിൽ ഒത്തുതീർപ്പാക്കിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തറിനെ ആക്രമിക്കാൻ തയ്യാറാവും. ഇതിനകത്ത് ഒരു കച്ചിത്തുരുമ്പെങ്കിൽ കിട്ടിയിട്ടുള്ളത് UAE-ക്കാണ്. UAE ഇനി ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷെൽ കമ്പനികളെല്ലാം പറഞ്ഞു വിടും. അതായത് ഇപ്പോഴും ഇറാൻ പിടിച്ചു നിൽക്കുന്നത് UAE-യിലെ ഷെൽ കമ്പനികൾ വെച്ചിട്ടാണ്. കാരണം ഇറാനിലെ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് UAE-യിലാണ്. അവരെ അവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാൻ പട്ടിണിയിലും ദാരിദ്ര്യത്തിലാവും. അങ്ങനെ ഒരു ബ്ലോക്കേഡ് ഇറാനിലുമുണ്ട്. ഇറാനും അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മേഖലയിലാകെ വലിയ സംഘർഷം മുന്നോട്ട് പോകും തോറും ലോകത്തിൻ്റെ വിപണിയെ അത് സാരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇതിലൊരു മറ്റൊരു മറുപുറത്തിലെ വിഷയമുണ്ടാകുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇതൊന്നും ചെവിക്കൊള്ളേണ്ട കാര്യം തന്നെയില്ല. അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഹോർമൂസ് ഇപ്പോൾ പിടിച്ചടക്കണം. നേരത്തെ തുറക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിഷയമെങ്കിൽ ഇപ്പോൾ അടയ്ക്കണം, അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം വേണം. അതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന പനാമ കനാലുണ്ടല്ലോ, ആ പനാമ കനാലിൻ്റെ ഭാഗത്തേക്ക്, പനാമയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്ന ചൈനയാണ്. അപ്പോൾ സ്വാഭാവികമായും പനാമ കനാൽ ഇവർക്ക് നഷ്ടപ്പെടും. ട്രംപ് അതിനകത്ത് ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പനാമ നഷ്ടപ്പെടുന്നു. ഇനി ബാബൽ മന്ദബിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ബാബൽ മന്ദബ് വളരെ ആംബിഗ്യൂസ് ആയിട്ടുള്ള, വളരെയധികം സീക്രട്ടായിട്ടുള്ള പല അറകളും പല വഴികളും ഉള്ള പ്രദേശമാണ്. അത് നോക്കണമെങ്കിൽ ഈ ഹൂത്തികൾക്കേ പറ്റുള്ളൂ. ഹൂത്തികളുമായിട്ട് ഇവർക്ക് ഒരു രീതിയിലും അടുക്കാനും പറ്റില്ല. ഒരു രാജ്യവുമായിട്ട് കൂടെ ചെയ്യാൻ പറ്റുന്നത് ഇറാന് മാത്രമാണ്. സൗദിക്ക് ചെയ്യാൻ പറ്റില്ല. സൗദി നേരെ കയറി ചൊറിഞ്ഞു. സൗദിക്കിട്ട് നല്ല കണക്കിന് പണിയും കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ ഇതിനകത്തേക്ക് വലിയ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുകയാണ്. ഇസ്ലാമിക് നാറ്റോ ഒരു സൈഡിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലും ഫലവത്താകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഈ മേഖലയിൽ ആകെ ഒരു അനാർക്കി ആണ് നിലനിൽക്കുന്നത്. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ ഇറാന് ഒരല്പം മേൽക്കൈ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വളരെയധികം വലിയ ഏറ്റവും താഴ്ന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറി വരാനാണ്. കാരണം ഹോർമൂസ് ഇവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് വിലപേശൽ നടത്താം, പല കാര്യങ്ങളും ചെയ്യാം. ഇന്ത്യയുടെ കയ്യിലായിരിക്കും അടുത്ത ഇടനാഴി വരുന്നത്, മലാക്ക സ്ട്രൈറ്റ്. നമ്മളവിടെ തുറമുഖം കൂടി നിർമ്മിക്കുന്നതോടുകൂടി, അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഇടനാഴികൾ പല രാജ്യങ്ങളുടെ കൈകളിലേക്ക് മാറും. ഇനി പനാമ പിടിച്ചെടുക്കണമെങ്കിൽ അവിടെ ഇന്ത്യയുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണിപ്പോൾ അമേരിക്ക നിലനിൽക്കുന്നത്. അതായത് ഒറ്റയ്ക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അമേരിക്കയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചൈനയെ അപേക്ഷിച്ച് അമേരിക്കയുടെ ഒരു ജനസംഖ്യയിൽ യുവാക്കളുടെ എണ്ണം കാര്യമായ രീതിയിൽ കയറി വരുന്നുണ്ട്. ചൈനയ്ക്ക് ഇത് വലിയ തിരിച്ചടി ആവുന്നൊരു ഘട്ടമാണ്. ചൈനയുടെ ഒരു സാമ്പത്തിക സംവിധാനം ഉലച്ചിൽ നേടുന്നൊരു ഘട്ടമാണ്. അങ്ങനൊരു ഇതിൽ മാത്രമേ അവർക്ക് അഡ്വാൻറ്റേജ് ഉള്ളൂ. മറ്റെല്ലാ സൈഡിൽ നോക്കുകയാണെങ്കിലും അമേരിക്ക താഴോട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഇതാണ് അവിടെ സംഭവിക്കുന്നൊരു കാര്യം. ഇത്തരമൊരു അവസ്ഥയിൽ ഇന്ത്യക്ക് മുതലെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇറാൻ്റെയും അടുത്ത സുഹൃത്താണ് ഒമാനുമായിട്ട്, ഒമാൻ സുൽത്താനുമായിട്ടൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇടയ്ക്ക് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കും കാര്യമായ ഒരു നിർണായകമായ റോൾ ഉണ്ടായിരിക്കണം ഈ ഇറാൻ ഒമാൻ സന്ധി സംഭാഷണത്തിൽ. തീർച്ചയായും ഭാരതത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഭാരതം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് സൗഹൃദത്തിലുള്ള എനിക്ക് തോന്നുന്നൊരു ഏക രാജ്യമാണ് ഭാരതം എന്ന്. ഈ തമ്മിലടിക്കുന്ന എല്ലാ രാജ്യത്തിലും വളരെ കൂളായിട്ട് ചെന്ന് അവിടുത്തെ ജനത്തെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ലോക നേതാവ് ഇപ്പോൾ നരേന്ദ്രമോദിയാണ്. അതാണ് ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര വിജയം എന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്ന് പപ്പു കിടന്ന് മോങ്ങും പോലെയോ മറ്റാൾക്കാർ കിടന്ന് മോങ്ങും പോലെയല്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും. അങ്ങനെ വലിയ വിജയിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. മിക്കവാറും ഇന്ത്യ അതിനകത്തേക്ക് ഇടപെടും. ഇന്ത്യ ഇടപെടുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പലപ്പോഴായിട്ട് ഇപ്പോൾ ഇസ്രായേൽ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റു പല വിഷയങ്ങളും സംസാരിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ സംസാരം ഉണ്ടായത്. പിന്നെ അത് മാത്രമല്ല ഇറാൻ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയും ബന്ധപ്പെടുന്നുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഏറ്റവും ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഒരു ബ്രോക്കർ രാജ്യമെന്ന രീതിയിൽ ഇതിലേക്ക് ഇടപെടാൻ തയ്യാറല്ല എന്ന്. ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഫലപ്രാപ്തിയിലേക്ക് വിഷയം എത്തണം. ഇതാണ് ഇന്ത്യയുടെ ഒരു
ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ആ വിഷയത്തിലേക്ക് ഇടപെടുന്നത് ഏറ്റവും ഒടുവിൽ മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യ ഇടപെട്ടാൽ ഈ വിഷയം തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇന്ത്യക്ക് ഈ ചാബാർ പോർട്ടിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഇന്ത്യക്ക് ഈ വിഷയം തീർക്കണം. പക്ഷേ ഇന്ത്യ ഇടപെടുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്നെ ആയിരിക്കുകയുള്ളൂ. ആ ഘട്ടം എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും തളർന്ന് നിലംപരിശായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്ന അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും തന്നെ കേൾക്കില്ല. ഇപ്പോൾ ഒരു രീതിയിലും കേൾക്കില്ല. കാരണം അമേരിക്കയ്ക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ അവരെ പറ്റിയിട്ടില്ല. നിരന്തരം UAE-യിലേക്കും സൗദിയിലേക്കും ഒക്കെ ആക്രമണം നടത്തി. ഇപ്പോൾ ഇസ്ലാമിക് നാറ്റോ ഉണ്ടാവാൻ തന്നെ കാരണം അമേരിക്കയാണ്. അമേരിക്ക ഒരു സൈനിക സുരക്ഷിതത്വം അവർക്ക് കൊടുത്തില്ല. ഇനി മറ്റാർക്കും അവിടെ കൊടുക്കാനും കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉത്തര കൊറിയയിലേക്ക് അമേരിക്ക നീക്കം നടത്തി. അപ്പം അമേരിക്കയെ വിശ്വസിക്കാനേ പറ്റില്ല എന്ന് എല്ലാ രീതിയിലും അമേരിക്ക തെളിയിക്കുകയും കൂടി ചെയ്തു. നമ്മൾ ആദ്യം ചർച്ച ആരംഭിച്ചത് ഇന്ത്യയും ഇറാനും ഒമാനും തമ്മിലുള്ള സന്ധി സംഭാഷണമാണ്. പക്ഷേ ഇപ്പോൾ നമ്മളത് ഇന്ത്യയുടെ റോൾ എന്താണെന്ന് വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ഒരു രീതിയിൽ ലോകശക്തിയായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നിലപാടുകളിൽ വളരെ മിതത്വവും അല്ലെങ്കിൽ സമാധാനപരമായ നീക്കങ്ങളുമൊക്കെ കൊണ്ട് ഇന്ത്യ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾക്കെല്ലാം സാമ്പത്തിക ഉപരോധം വരുമെന്നാണ് റഷ്യയ്ക്കൊപ്പം. ഇറാൻ തിരിച്ചു പറയുന്നത് സാമ്പത്തിക യുദ്ധത്തിൽ, സാമ്പത്തിക ഉപരോധത്തിൽ, സാമ്പത്തിക വിലക്കുകളിൽ അമേരിക്കയ്ക്കൊപ്പം അയൽ രാജ്യങ്ങളിൽ നിന്നാൽ ആ രാജ്യങ്ങളെല്ലാം ഞങ്ങൾ ആക്രമിക്കുമെന്നാണ്. അപ്പോൾ വീണ്ടും ഒരു രണ്ട് തരത്തിലുള്ള സാമ്പത്തികമായി ഇറാൻ തടസ്സപ്പെടുത്തിയാലും ഇറാൻ ആക്രമിക്കുമെന്ന ഒരു ഭീഷണി ഇറാൻ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇങ്ങനെ അല്ല, ഇന്ത്യയെ ബാധിക്കുന്നത് ഇന്ത്യയുടെ ഒരു ഊർജ്ജ പ്രതിസന്ധിയുടെ കാര്യത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെ ബാധിക്കുന്നതിൽ ഒരല്പം കൂടെ കുറവായിരിക്കും ഇന്ത്യയെ ബാധിക്കുന്നത്. പക്ഷേ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം എണ്ണ എന്ന നിലയിൽ അത് സ്വാഭാവികമായും ഈ യുദ്ധം മുന്നോട്ട് പോയാൽ കൂടുതൽ ദൂരം താണ്ടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയും ബാധിക്കും, ഇന്ത്യൻ വിപണിയെ അത് ബാധിക്കുമെന്നുള്ള കാര്യം. ചബഹാർ തുറമുഖമടക്കം ഇന്ത്യയാണ് ചബഹാർ തുറമുഖത്തിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്ക പോലും നടത്തിയിട്ടില്ല. ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഇസ്രായേലും അമേരിക്കയും ഒന്നും ഈ ചബഹാറിനെ തൊട്ട് കളിച്ചിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അതിനകത്ത് ഭാരതത്തിനൊരു റോളുണ്ട്, വളരെ കൃത്യമായൊരു റോളുണ്ട്. ഭാരതം വിചാരിച്ചാൽ വീണ്ടും ഒരു ആൾട്ടർനേറ്റീവ് സെറ്റപ്പിലുള്ള ഒരു പാതയും നമുക്ക് നിർമ്മിക്കുവാനായിട്ടും കഴിയുമെന്നുള്ളതാണ്. ഒമാനും ഇറാനും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഈ ഇറാനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് വേണമെങ്കിലും പാതകൾ നിർമ്മിക്കാനുള്ളൊരു സ്കോപ്പ് ഈ മേഖലകളിലേക്ക് ഉണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ഒരു നിരന്തര സംഘർഷ ഭൂമിയായി മാറും. അതിനൊരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അത് ഇറാൻ ഒന്ന് അടങ്ങി നിന്ന് മാത്രമേ അവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ ഇറാന് ഒരു കാരണവശാലും ഇസ്രായേൽ അവർക്ക് ഒരു ആണവായുധം ഉണ്ടാക്കുവാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഈ ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അത് എന്ത് തന്നെയായാലും സമ്മതിക്കില്ല. അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം ഇവിടുന്ന് മാറ്റാനും തയ്യാറല്ല. അങ്ങനൊരു ഘട്ടത്തിൽ ഒന്നുകിൽ പൂർണ്ണമായും ഇറാൻ നാമാവിശേഷമാകണം, ഇറാൻ ചിഹ്ന ഭിന്നമാകണം, തലയെടുത്ത് ഉയർത്താൻ പറ്റാത്ത അവസ്ഥയെത്തണം. അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം വന്ന് ഇറാൻ പൂർണ്ണമായൊരു ഭരണമാറ്റത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ അവിടെ പശ്ചിമേഷ്യയിൽ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുകയുള്ളൂ. അത് തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും, അല്ലെങ്കിൽ ഭാരതം വിചാരിച്ച് ആ വിഷയം എന്നേക്കുമായി പരിഹാരം കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ പക്കലാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ മൊത്തം നിയന്ത്രണം. അവിടുത്തെ സർക്കാർ കേവലം ഒരു പെസസ്കിയൻ ഒരു പാവ സർക്കാർ പോലെയാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വ്യോമ യുദ്ധത്തിന് പിന്നാലെ ഒരു സാമ്പത്തികമായ യുദ്ധത്തിനൂടി പശ്ചിമേഷ്യ വേദിയായാൽ അത് ലോകത്തിൻ്റെ താളം തെറ്റിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.